വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ യശസ് ബഹിരാകാശത്തോളം ഉയർത്താൻ നെന്മാറ സ്വദേശിയും പഴയ ഗ്രാമം സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ദൗത്യസംഘ തലവൻ. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ അഭിമാന ദൗത്യാംഗങ്ങളെ പ്രഖ്യാപിച്ചത്. ഇസ്രോ രഹസ്യമാക്കി വെച്ച പ്രശാന്ത് ഉൾപ്പെടുന്ന 4 സംഘത്തെ പ്രഖ്യാപന വേളയിലാണ് രാജ്യത്തിന് പരിചയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരുടെ പേരുകൾ പുറത്തുവരുമ്പോൾ കേരളം അഭിമാനം കൊള്ളുകയാണ് നെന്മാറ സ്വദേശി പ്രശാന്തിലൂടെ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരടക്കം 4 പേരാണ് ബഹിരാകാശ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്ക്വാഡ്രൺ ലീഡർ റാങ്കിലുള്ള ഓഫീസറാണ് പ്രശാന്ത്. അങ്ങാട് പ്രതാപ്, അജിത് കൃഷ്ണൻ, ചൌഹാൻ എന്നിവരാണ് മറ്റു 3 പേർ. യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാലക്കാട് നെന്മാറ പഴയഗ്രാമം സ്വദേശിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത്. നിലവിൽ സുഖോയ് 30 MKI എന്ന ഇന്ത്യയുടെ മുൻനിര ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ് കൂടിയാണ് അദ്ദേഹം. 2020 ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി 4 പേരെയും തിരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനട്ട് സെന്ററിൽ അടിസ്ഥാന പരിശീലനത്തിനയച്ചു. തിരിച്ചെത്തിയതിനു ശേഷം ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായുള്ള വ്യോമസേനാ കേന്ദ്രങ്ങളിലും ഇവർക്കായി വിവിധ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനത്തിനിടെയാണ് പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നത്. ശേഷം 1998 സ്വാർഡ് ഓഫ് ഓണർ US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ 1ാം റാങ്ക് തുടങ്ങി വിവിധ തലത്തിലുള്ള പരിശീലനങ്ങളിൽ മികച്ച നേട്ടം കൊയ്താണ് 1999 സേനയുടെ ഭാഗമാകുന്നത്. രാജ്യത്തിന്റെ മുഖമുദ്രയും ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകവുമായാണ് പ്രധാനമന്ത്രി ഗഗനചാരികളായ 4 പേരെയും വിശേഷിപ്പിച്ചത്. साहसिक साथियों के सम्मान में हम सब स्टैंडिंग ओवेशन दे करके तालियों से उनको सम्मानित करें. भारत माता की, भारत माता की, भारत माता की. हर राष्ट्र की विकास यात्रा में कुछ क्षण ऐसे आते हैं जो वर्तमान के साथ ही आने वाली पीढ़ियों को भी परिभाषित करते हैं. आज भारत के लिए ये ऐसा ही क्षण है. हमारी आज की जनरेशन बहुत सौभाग्यशाली है जिसको जल, थल, नभ और अंतरिक्ष में ऐतिहासिक कामों का यश मिल रहा है. कुछ समय पहले मैंने अयोध्या में कहा था कि ये नए काल चक्र की शुरुआत है. इस नए काल क्षेत्र में ग्लोबल ऑर्डर में भारत अपना स्पेस लगातार बड़ा बना रहा है और ये हमारे स्पेस प्रोग्राम में भी साफ साफ दिखाई दे रहा है. साथियों, पिछले वर्ष भारत वो पहला देश बना जिसने चंद्रमा के साउथ पोल पर तिरंगा फहराया. വിളമ്പിൽ ബാലകൃഷ്ണന്റെയും കൂളങ്ങാട്ട് പ്രമീളയുടെയും മകനാണ് പ്രശാന്ത്. കൺമുന്നിൽ കളിച്ചു വളർന്ന കൊച്ചുബാലൻ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ ദൗത്യത്തിന്റെ തലവനായി വരുമ്പോൾ പ്രശാന്തിന്റെ നേട്ടത്തിൽ അയൽവാസികളുടെയും നാട്ടുകാരുടെയും ആഹ്ലാദം ബഹിരാകാശത്തോളമാണ്. ക്യാപ്റ്റനായിട്ട് തന്നെയാണ് പ്രശാന്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എൻ്റെ അയൽവാസി കൂടിയായ പ്രശാന്തിന് എല്ലാ ആശംസകളും. അദ്ദേഹം ഗഗൻയാൻ യാത്രികനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. സോ പ്രൗഡ് ഓഫ് ഹിം. പ്രത്യേകിച്ച് ഈ മിഷന്റെ കമാൻഡറാണ് അദ്ദേഹം എന്നറിഞ്ഞതിൽ വളരെ
അഭിമാനം തോന്നുന്നു, പ്രത്യേകിച്ച് നെന്മാറക്കാർക്ക്. കാരണം ലോകത്ത് എല്ലായിടത്തും മലയാളിയുണ്ട്. ഇപ്പോൾ സ്പേസും കൂടി കീഴടക്കാനുള്ള ദൗത്യത്തിൽ നമ്മുടെ നെന്മാറയിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനമായ എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും. നെന്മാറക്കാർ എക്കാലവും ആവേശത്തോടെ കാത്തിരിക്കുന്ന നെന്മാറ വല്ലങ്ങി വേലയേക്കാൾ വലിയ ഉത്സവലഹരിയാണ് പ്രശാന്തിന്റെ നേട്ടം സമ്മാനിക്കുന്നതെന്ന് വേല കമ്മിറ്റി ഭാരവാഹികൾ പ്രതികരിച്ചു. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം സപ്പോർട്ടോടുകൂടി നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നടന്ന ഒരു രാവിലെ തൊട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ, കാരണം നമ്മളുടെ ഏപ്രിൽ 2-ാം തീയതി നടക്കുന്ന നെന്മാറ വേലയേക്കാൾ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്സവം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ മാതിരി അത് നല്ലൊരു ആഘോഷമാക്കി മാറ്റാനും ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. കാരണം ഇവിടെ കളിച്ച് വളർന്ന് നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ പഠിച്ച് ഇവിടെ നിന്നും ഇന്ത്യയിലും ലോകമെമ്പാടും പ്രശസ്തിയായി എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്ന ഇവിടുത്തെ എല്ലാ ദേശക്കാരും ഇവിടുത്തെ ജനങ്ങളുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്നും ദേശക്കാരുടെയും എല്ലാ നാട്ടുകാരുടെയും അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിയായ സന്തോഷമുണ്ട്. ഗഗൻയാൻ ദൗത്യത്തിൽ, ഇന്ത്യൻ ദൗത്യത്തിൽ 4 പേർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ടീം ലീഡർ എന്ന നിലയിൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അതും നെന്മാറയിൽ നിന്ന്, ഈ പഴയ ഗ്രാമത്തിൻ്റെ വേലപ്പെരുമയിൽ ഉയർന്നു നിൽക്കുന്ന ഈ പ്രദേശത്തിൽ നിന്നുമുള്ള ഒരാൾ അതിൽ അംഗമായിരിക്കുന്നു, അല്ലെങ്കിൽ ടീം ലീഡറായിരിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. GX 2024 ജൂണിലാണ് ആ ദൗത്യമായി 400 കിലോമീറ്റർ അകലെ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ചു വന്നാൽ തീർച്ചയായും അദ്ദേഹത്തിന് ഇവിടെ ജനങ്ങൾ നാളിതുവരെയുള്ള നെന്മാറ വല്ലങ്ങി വേലയേക്കാൾ ഉത്സവത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി അദ്ദേഹത്തിനുള്ള ആദരവും ഒരു സ്വീകരണവും നൽകണം എന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 2025-ൽ 3 പേരെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തിച്ച് 3 ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിലെത്തിക്കുന്നതാണ് ഗഗൻയാൻ പദ്ധതി. അതോടൊപ്പം പ്രശാന്ത് നായരെ താൻ വിവാഹം കഴിച്ചെന്ന് വെളിപ്പെടുത്തി നടി ലെന രംഗത്ത് വന്നു. ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം വാർത്ത പങ്കുവച്ചത്. ജനുവരിയിൽ വിവാഹിതരായി എന്നും ഗഗൻയാൻ ദൗത്യസംഘത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നുമാണ് താരത്തിന്റെ വാക്കുകൾ. സ്വകാര്യ ചടങ്ങായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും ലെന പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ സഞ്ചാരികളെ പ്രഖ്യാപിച്ച വേദിയിൽ ലെനയും എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. ക്യാമറമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം രേവതി സുബ്രഹ്മണ്യൻ, UTV ന്യൂസ്.